പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ വിരാട് സ്വരൂപ വർണ്ണനമെന്ന 6-ാമത്തെ ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം. നമുക്കാദ്യം ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. പൃഷ്ടം ദധർമ്മ ഇഹ ദേവ മനസ്സുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹാഃ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രഃ. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. പൃഷ്ടം തു അധർമ്മഃ ഇഹ ദേവ മന സുധാംശുഃ അവ്യക്തം ഏവ ഹൃദയാംബുജം അംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹാഃ വസനം തു സന്ധ്യേ ശേഭഃ പ്രജാപതിഃ അസൗ വൃഷണൗ ച മിത്രഃ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം നമുക്ക് ചർച്ച ചെയ്യാം. ഹേ അംബുജാക്ഷ ദേവ തേ പൃഷ്ടം തു അധർമ്മഃ ഇഹ മനഃ സുധാംശുഃ ഹൃദയാംബുജം അവ്യക്തം ഏവ കുക്ഷിഃ സമുദ്രനിവഹാഃ വസനം തു സന്ധ്യേ ശേഭഃ പ്രജാപതിഃ വൃഷണൗ അസോ മിത്രഃ ച. അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അല്ലയോ താമരക്കണ്ണനായ ഭഗവാനെ കൃഷ്ണ, അധർമ്മം അങ്ങയുടെ പൃഷ്ഠഭാഗമാകുന്നു. അല്ലയോ അംബുജ നേത്ര, ചന്ദ്രൻ അങ്ങയുടെ മനസ്സും അവ്യക്ത സ്വരൂപിയായ പ്രകൃതി ഹൃദയവും സമുദ്രഗണങ്ങൾ അങ്ങയുടെ ഉദരവും സന്ധ്യകൾ വസ്ത്രങ്ങളും ബ്രഹ്മാവ് ജനനേന്ദ്രിയവും മിത്രൻ 2 വൃഷണങ്ങളും ആകുന്നു. നമസ്തേ.